ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആശ്വാസവചനമാണ്. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രത്യാശയുടെ വചനമാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, തന്നെ വിശ്വസിക്കുന്നവരോട്, ലോകത്തോട്, തലമുറകളോട് വിളിച്ചു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം നടന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. നാം ഇപ്പോൾ വലിയ യുദ്ധഭീതിയിലൂടെ കടന്നു പോവുകയാണ്. ആശ്വാസം അനുഭവിക്കാൻ കഴിയാതെ, സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജനങ്ങൾ വലിയ ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്കൊരാശ്വാസ വചനം തരികയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം നടന്നത് കാൽവറിയിലാണ്, ഇസ്രായേലിലാണ്. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ യുദ്ധം വാളുകൊണ്ടും കുന്തം കൊണ്ടും മിസൈൽ കൊണ്ടും ബോംബ് കൊണ്ടും ഒന്നുമല്ല നടന്നത്. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു യഹൂദനായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ, പാപത്തിൻ്റെയും മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നടന്ന മഹായുദ്ധം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് എടുത്ത ആയുധം സ്നേഹമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ യുദ്ധമുഖത്തെടുത്ത ആയുധം താഴ്മയും സൗമ്യതയുമാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. യേശുക്രിസ്തു ആ ഗദശമന മുതൽ ഗോൽഗോത്ത വരെയുള്ള വഴി യാത്രയിൽ തകർക്കപ്പെട്ടു. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്നു മാനവകുലത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ചു. അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു മൗനമായിരുന്നു, വായി തുറക്കാതിരുന്നു. ഒരു കർണത്തടിക്കുന്നവന് മറുകർണം കാണിച്ചു കൊടുത്തു. ഇതായിരുന്നു യേശുവിൻ്റെ യുദ്ധമുറ. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ അവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു യുദ്ധം. ആ യുദ്ധമാണ് സത്യത്തിൽ നമുക്ക് ജയം നൽകി തന്നത്. അത് കാൽവറിയിലാണ് നടന്നതെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് കേൾക്കുന്ന വ്യക്തിയാണേലും നിങ്ങൾക്ക് ജയം നൽകി തന്നൊരു യുദ്ധമുണ്ടെങ്കിൽ അത് കാൽവറിയിൽ നമ്മുടെ രക്ഷകനായ യേശു നമുക്ക് വേണ്ടി നടത്തിയ യുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷാനായകനെ അവർ കൊന്നുകളഞ്ഞു. യേശു പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ യുദ്ധത്തിൽ യേശു കർത്താവ് സത്യത്തിൽ തൻ്റെ മരണത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മരണം മാറ്റുകയായിരുന്നു. തോറ്റുപോയി എന്ന് കണ്ടു നിന്നവർക്കൊക്കെ തോന്നിയൊരു നിമിഷമുണ്ടായിരുന്നു. യേശു മരിച്ചു. എന്നാൽ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു
മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അതാണ് ജയം. യേശു നമുക്ക് വേണ്ടി ഒരുക്കിയ ജയം. എന്താണ് ആ ജയം? മരണത്തെ ജയിക്കാം. മരണത്തെ ജയിക്കാം. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതാണ് ജയം. മരണത്തെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം. തന്നെ വിശ്വസിക്കുന്നവരോട്, തന്നെ അനുഗമിക്കുന്നവരോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ ഞാൻ ഇതുപോലെ നിങ്ങളെയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുക്രിസ്തു നമുക്ക് മുൻപിൽ വയ്ക്കുന്ന രാജ്യം ഐഹികമല്ല, അത് ദൈവരാജ്യമാണ്, ആത്മീകമാണ്. തന്നെ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു നൽകുന്ന നന്മ നിത്യജീവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിപ്പോൾ കഷ്ടമുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുവിൻ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ. അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങളാണ് ജയിച്ചവർ. യേശുക്രിസ്തു നടത്തിയ യുദ്ധത്തിൽ ജയം നിങ്ങൾക്ക് തന്നെയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. വിശ്വാസത്തോടെ വചനത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.